നമ്മളെവിടെ പോകും ഉണ്ണിക്കുട്ട? കാറിലെവിടെ പോവാ? നമ്മൾ ശരണി ചേച്ചിയുടെ കല്യാണത്തിന് പോകുന്നതാ. പറ. നമ്മൾ ശരണി ചേച്ചിയുടെ കല്യാണത്തിന് പോകുന്നത്. അമ്മ വരും. ടാറ്റ പറഞ്ഞു. ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞു ഉണ്ണിക്കുട്ട. ഉണ്ണിക്കുട്ട അമ്മ വരും, ഇപ്പം വരും. ആ കാറ്. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്. തുടങ്ങി ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്, ഞങ്ങൾ അതിന് പോവാണ്. ആ കൂടെ ഒരു ചെറിയ ഷോപ്പിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ 1 തൊട്ട് 4 വരെ പഠിച്ച ഞങ്ങളുടെ പാറയിൽ പള്ളിക്കൂടം. പാറ സ്കൂൾ എന്നറിയാം. മാമാണോ? മാമ കാറ്. ഇതാണ് ഗൈസ് നിങ്ങളുടെ പ്രണവ് മോഹൻലാൽ. ചിരിക്കോ അപ്പൂസ്? ആ ശരിയാ, സൈഡും കൊണ്ട് എന്തൊക്കെയൊക്കെ ഉണ്ട്. ഗൈസ്, പ്രണവ് മോഹൻലാൽ എന്ന ഡയലോഗ് കേട്ട് നിങ്ങൾ ആരും എന്നെ ട്രോളാൻ നിൽക്കരുത്. അതിലെനിക്ക് യാതൊരുവിധ പങ്കുമില്ല. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ലൈവ് പോയപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ സൈഡ് ഫേസ് കണ്ടപ്പോൾ പ്രണവ് മോഹൻലാലിനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞത് കേട്ട് എൻ്റെ ഭാര്യ ട്രോൾ ചെയ്താണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത്. ഒരു പാട്ട് പഠിക്കേ, ഒരു പാട്ട് മറ്റേ കാക്കി നോ 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 പഠിക്കേ. ആ കാക്കി പൂച്ചേ പൂച്ചേ നോ നോ നോ, ബേബി ബേബി നോ നോ നോ. ഉണ്ണിക്കുട്ട, അച്ഛയുടെ പേരെന്നാ? അമ്മ അച്ഛയെ ബേബി ബേബി എന്ന് വിളിക്കുന്ന കേട്ട് ഇപ്പം അച്ഛയുടെ പേര് ചോദിച്ചാൽ ഉണ്ണിക്കുട്ടനും പറയുന്നത് ബേബി എന്നാണ്. ഓണം സെലിബ്രേഷന് വേണ്ടി ഇടാനെ കൊണ്ട് ഒരു ചെരുപ്പാണ് ആദ്യം വാങ്ങാനുള്ളത്. നമ്മൾ ഈ കടയിൽ നിന്നാണ് വാങ്ങാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് പുതിയ കടയാണ് ഗൈസ്, MJ വോക്ക് സ്റ്റോർ. നല്ല ഒരെണ്ണം മറ്റേ കാലം ഇട്ടേ. അത് കറക്റ്റാ. ഉണ്ണിക്കുട്ടാ ഉണ്ണിക്കുട്ടൻ അവൻ്റെ കലാപരിപാടികൾ ഓരോന്നായി തുടങ്ങിയിട്ടുണ്ട്. കസേര കയറിയിരിക്കുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, പാത്തിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഉണ്ണിക്കുട്ടൻ്റെ ഓരോ പരിപാടികൾ. അതിനുശേഷം എനിക്കൊരു മുണ്ടും ഒരു ജീൻസും പിന്നെ പൊന്നുകുട്ടിക്ക് ഒരു ഓണക്കോടിയും കൂടെ എടുക്കാനെ കൊണ്ടാണ് ഞങ്ങൾ കടയിലെത്തിയത്. ഇവിടെ വെച്ച് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല, ഉണ്ണിക്കുട്ടനെ മാനേജ് ചെയ്യാൻ പാടായിരുന്നു. കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയ ക്ലിപ്സൊക്കെ എടുത്തുള്ളൂ.
ഇതാണ് പൊന്നുകുട്ടിക്ക് എടുത്ത ഡ്രസ്സ്. പിന്നെ എനിക്കെടുത്ത ജീൻസും മുണ്ടും അത്. ഞങ്ങൾ ഈ വട്ടം ഇങ്ങനെ ഒരുമിച്ച് പോയി ഓണക്കോടി എടുക്കലില്ലായിരുന്നു. ഓരോരുത്തരുടെ ആവശ്യത്തിന് ആ സമയത്ത് ഓരോ വട്ടമായിട്ട് പോയി എടുക്കുമായിരുന്നു. രമ്യയ്ക്ക് സ്കൂളിലെ ഫംഗ്ഷൻ്റെ തലേദിവസം രമ്യയ്ക്ക് എടുത്തു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സമയത്ത് അങ്ങോട്ട് കോഴഞ്ചേരിയിലോട്ട് പോകുന്ന സമയത്ത് ഓരോരുത്തർക്ക് എടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഓണം പരിപാടി ആയതുകൊണ്ട് ഒരു മുണ്ട് മാത്രം എടുക്കാമെന്ന് കരുതി. പിന്നെ കൂട്ടത്തിലൊരു ജീൻസ് ഇടം എടുത്തതാണ്. പിന്നെ കടയിൽ നിന്നെല്ലാം ഇറങ്ങി ഞങ്ങൾ കല്യാണത്തിന് പോകണം. ആക്ച്വലി ഇന്ന് കല്യാണമല്ല, കല്യാണം ഇന്നലെ കഴിഞ്ഞായിരുന്നു. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് കല്യാണം രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഇന്ന് അതിൻ്റെ റിസപ്ഷനാണ് വെച്ചേക്കുന്നത്. അതിനാണ് പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായിരുന്നു. ഫംഗ്ഷൻ 11 മണി തൊട്ട് 4 മണി വരെയാണ് വെച്ചിരുന്നത്. അപ്പം കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ ഉണ്ണിക്കുട്ടനെ കൊണ്ട് എവിടെ പോയാലും ഇച്ചിരി ലേറ്റ് ആവാറുണ്ട്. അവനെ റെഡിയാക്കി ഒരു മൽപ്പിടുത്തം തന്നെയാണ് രാവിലെ അവൻ്റെ പുറകെ ഉള്ളത്. പിന്നെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോഴത്തേന് 1 മണിയോളമായി. ഇനിയിപ്പം നേരെ ഒന്ന് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ് ആണ്. ഇപ്പോൾ തെക്കേമല തന്നെ ആയിരുന്നു ഓഡിറ്റോറിയം. അപ്പോൾ നമ്മൾ കോഴഞ്ചേരിക്ക് പോകുമ്പോൾ നോക്കിയായിരുന്നു. അകത്തെ പാർക്കിംഗ് ഒക്കെ അത്യാവശ്യം ഫുള്ളായിരുന്നു. ബസ്സൊക്കെ കയറ്റിയിട്ടേക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ വണ്ടി എന്നാൽ നമുക്ക് പുറത്ത് പാർക്ക് ചെയ്യാമെന്ന് കരുതി ഇടയിൽ പാർക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് പോയത്. വെയിലൊക്കെ കൊണ്ട് ഇച്ചിരി ദാഹിച്ചുകൊണ്ട് ഞാനൊരു പപ്പായ ജ്യൂസും രമ്യ ഒരു തണ്ണിമത്തൻ ജ്യൂസുമാണ് കുടിച്ചത്. ഫോട്ടോയൊക്കെ എടുത്തു. ഫുഡ് കഴിക്കാൻ നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഉണ്ണിക്കുട്ടനെ കൊണ്ട് ഫുഡ് കഴിക്കുന്ന വലിയൊരു ടാസ്ക്കാണ്. ഐസ്ക്രീം തന്നെയാണോ? എന്തോ? ഹലോ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എന്തോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. കറക്കേരി എന്തോ ഞങ്ങളുടെ തെക്കേമല. തെക്കേമലയ്ക്ക് തെക്കേമല എന്നുള്ള പേര് വന്നത് എങ്ങനെയാണല്ലോ. ഇവിടെ മലയൊന്നും കാണാനില്ല. ആരോ ഇട്ട പേര്. എനിക്കൊന്ന് നിങ്ങളുടെ അവിടുത്തെ പാറ കണ്ടിട്ടായിരിക്കും മല. തെക്കേ പാറ എന്നല്ലേ. അന്ന് അതിന്റെ പൊക്കത്ത് മണ്ണായിരിക്കും. പിന്നെ കുഴിച്ചു 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 വന്നപ്പോ പാറ കണ്ടതായിരിക്കും. ഗൈസ്, ടാറ്റാ മോട്ടോഴ്സ് സർവീസ് സെന്റർ. ഇതാണ് വഞ്ചിത്രമല പ്രാർത്ഥനാലയം. MTLP വഞ്ചിത്രമല ഭാഗം തെക്കേമല, അതായത് പാറ സ്കൂളിലേക്ക് പോകാനുള്ള വഴി. ഞാൻ 1 തൊട്ട് 4 വരെ ഈ സ്കൂളിലാണ് പഠിച്ചത്.
ഏകദേശം ഒരു 120 വർഷത്തിന് മേളിൽ കാലപ്പഴക്കമുള്ള സ്കൂളാണിത്. MDLP വഞ്ചിത്രമല സ്കൂൾ. ഇത് പാറ സ്കൂളെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്, പാറയിൽ പള്ളിക്കൂടം. അപ്പം ഇതിന് മേലോട്ടൊക്കെ ആൾക്കാർ ഓട്ടം വിളിക്കുമ്പോൾ ഓട്ടോക്കാരോട് പറയുന്നത് പാറ സ്കൂളിന് മേലോട്ട് വിടണേ എന്നാണ് പറയുന്നത്. സ്കൂള് പാറയുടെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വന്നൊരു പേരാണ് ഈ പാറയിൽ പള്ളിക്കൂടം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ടാറ്റാ, ബൈ.